എന്തുവാണ് ചെയ്യുന്നത്? പെട്രോൾ അടിക്കുന്നല്ലേ? ഇലക്ട്രിക് വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു അല്ലേ? പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഓഫീസറായിട്ട്. അതൊക്കെ പോട്ടെ, മിലിറ്ററി ഡ്രസ്സിലൊക്കെയാണല്ലോ നിൽക്കുന്നത്. എന്തോ സംഭവം? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുതിയ ഇറക്കുമതിയാണോ? നല്ല സുഖമുള്ള ഷർട്ട് വിട്ട് അങ്ങനെ. ഞാൻ പറയുന്നത് സൈസസ് L, XL, XXL ഇതൊക്കെയാണ്. നല്ല അടിപൊളി ഷർട്ട് വേണമെന്നുള്ളത് താഴെ കാണുന്ന നമ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ സെലക്ഷൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാലും മതി. സാധനം അവൈലബിൾ ആണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് അതിലറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് അങ്ങനെ വണ്ടിയുടെ ഒരു ചാർജിങ് സെഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് സമയം എടുത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ അല്ലേ? അതെ, നമ്മളിപ്പോ എടുക്കുന്ന ചാർജ് മോഡ് നമ്മളിപ്പോ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അടുത്താണ്. കുളത്തൂര് ഡെൽറ്റ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്, ഏജൻസിയുടെ പേര്. അപ്പൊ അവരാണ് ഏജൻസിയാണ് അവരെടുത്തേക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ ഒരു 3-4 തവണയായിട്ട് ചാർജ് ചെയ്യുന്ന അവിടെയാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളുള്ളത് കൊണ്ട് അപ്പൊ നമ്മുടെ അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ആയിട്ടുണ്ട്. നമ്മളിപ്പോ എനിക്കൊന്നൊരു എത്ര നേരം കൊണ്ടുവന്നിട്ട് 50 മിനിറ്റ് ആയിക്കാണ്. അപ്പം ഒരു 1.25 മണിക്കൂർ കൊണ്ട് എന്തായാലും ഫുൾ ചാർജ് ആവും അല്ലേ? ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 60 കിലോവാട്ടിന്റെ ചാർജാണ് ഇപ്പൊ കയറുന്നത്. അത് ഈ മെഷീനിൽ ഇത് രണ്ടും ഉണ്ട്. രണ്ടെണ്ണം ചെയ്യാം. അപ്പൊ രണ്ടെണ്ണം ചെയ്യുമ്പോൾ 30 ഒരു വണ്ടി ഉള്ളത് കൊണ്ട് 60 കയറുന്നു. അപ്പൊ അങ്ങനെ മറ്റേതൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഡബിൾ സമയം ആയിട്ട് എടുക്കും. പിന്നെ ഇവിടെ തന്നെ അപ്പുറത്ത് തന്നെ വേറൊരു മെഷീൻ കൂടെ ഉണ്ട്. അപ്പൊ അവിടെയും കിട്ടും. എന്തായാലും ഹൈടെക്കിലോട്ട് മാറിയിട്ടുണ്ട് മൊത്തം. ആദ്യം എന്താന്നുള്ളതൊന്നും മനസ്സിലായില്ല. പിന്നെ ചേട്ടനിലാണ് ഫോണിലാണ് ഈ ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പക്ഷെ വണ്ടി എടുക്കുന്നതിന് മുന്നേ വേറൊരാളെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അതെ, അത് ഞാൻ മുന്നേ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഇവിടെ അമ്മയുടെ വണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനാണ് ചാർജ് ബോർഡ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത്. പക്ഷെ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ചേട്ടനാണ്. എന്തായാലും ഞാൻ ചേട്ടൻ ചെയ്യുന്നത് നോക്കാറുണ്ട് എങ്ങനെയാണെന്ന്. എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഈ 30 മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ വണ്ടിയുടെ 30 എനിക്ക് 60 ഉണ്ടായിരുന്നു. പക്ഷെ ഈ വണ്ടി 60 എടുക്കത്തില്ലായിരുന്നു. അവിടെ അവരെന്തോ ഇതിന്റെ ഓരോന്നിനും സെറ്റിംഗ്സ് ഉണ്ടെന്ന്. 60 എടുക്കത്തില്ലായിരുന്നല്ല, ഈ വണ്ടി 60 അതിൽ കൂടുതൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നാ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചാർജിങ്ങിലാണ് 20 മിനിറ്റ്സിൽ ചാർജ് ആവുമെന്നാണ് എടുക്കുമ്പോഴത്തേക്ക് 20 മിനിറ്റ്സിൽ 80% ചാർജ് ആവും. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനുകൾ ഇവിടെ ഇല്ലെങ്കിലും ബാംഗ്ലൂരും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കാണ് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. നമുക്ക് അറിയത്തില്ല. ചടയമംഗലം അവിടെ ഗോ ഈസിയിൽ ഒരു പ്രാവശ്യം ചെയ്ത അത് ഈസിഗോ അങ്ങനെ ഏതോ ഒന്ന്. അപ്പൊ എന്തായാലും അതിലോട്ടാണ് നമ്മൾ ചാർജ് ചെയ്തത്. അതും നല്ലതായിരുന്നു കേട്ടോ. അതും നല്ല ഫാസ്റ്റ് 60 ആയിരുന്നു ചെയ്തത്. പിന്നെ അവിടെ ആകുമ്പോഴത്തേക്ക് തൊട്ടടുത്തൊരു മറ്റേ നട്ട്സ് കിട്ടുന്ന കടയുണ്ടായിരുന്നു, നട്ട്സ് പ്ലാനറ്റ്. അത് ചടയമംഗലത്താണ്, ജഡായുപ്പാറയുടെ അവിടെ റോഡ് സൈഡ് തന്നെ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് അത് ഇപ്പോഴും ഉണ്ട് ഓൾറെഡി. പക്ഷെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഒരു സെറ്റപ്പിൽ വരണം. ഇത് ഇങ്ങനെ വരുന്നതിന്റെ തൊട്ടടുത്ത് എന്തെങ്കിലും ഈ കഫേയോ ഇത് ഇത്തിരി ഉള്ളിലോട്ടാണ്. മാപ്പ് ഇട്ടാൽ കിട്ടും. പക്ഷെ എന്നാലാണ്ട് ഇങ്ങനെ ഒരു ഉള്ളിലോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ബൈപ്പാസിലോട്ടാണ് നിന്ന് കയറുന്നത്. കുളത്തൂർ. പക്ഷേ റോഡ് സൈഡിലൊക്കെ ഉള്ളതാണെങ്കിൽ അടുത്ത് കടകളും കോഫി ഷോപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല കച്ചവടം. അന്ന് നമ്മളവിടെ പോയിട്ട് നമ്മൾ 500 രൂപയ്ക്ക് കണ്ട് അവിടെ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഇറങ്ങി വെളിയിൽ നിൽക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും എടുക്കേണ്ടി ചായയും വടയൊക്കെ വാങ്ങിച്ചിരുന്നു. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. ഇവിടെ പിന്നെ നമുക്ക് എന്നാലും നമ്മൾ ചായ കുടിച്ചിട്ട് വന്നു. അതെ, ഇപ്പൊ ഈ ചേട്ടൻ നല്ല സഹകരണമാണ് കേട്ടോ. ചേട്ടൻ പിന്നെ പറയാറുണ്ട് രാത്രിയാണെന്നുണ്ടെങ്കിലും മറ്റേ സ്ലോ ചാർജറും ഉണ്ട് ഇവിടെ തന്നെ. അപ്പുറത്ത് അങ്ങേറ്റത്തിരിക്കുന്നത് സ്ലോ ചാർജറാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുത്ത് ചാർജ് ആവുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കണം. ചേട്ടാ ഇത് 11 ആണോ? ഇത് സ്ലോ ചാർജർ എന്ന് പറയുന്നത് 11 kV ആണോ ഇത് അല്ലേ? അതാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് രാത്രി കാണാൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരുന്നാലേ രാവിലെ എടുത്താൽ മതി. ഇവിടെ ഒതുക്കിയിടാൻ പറ്റും അല്ലേ? ഇവിടെ 3 മെഷീനല്ലേ ഉള്ളത് അല്ലേ? ഇതൊന്നും അതൊന്നും പിന്നെ 4 വണ്ടി ഒരു സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും. എത്ര ആളായിട്ട് ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങള്? അപ്പൊ എന്തായാലും നമ്മള് കറക്റ്റ് സമയത്ത് തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പൊ എത്രയായി ചാർജ്? നമുക്ക് ഇപ്പൊ എത്രയായി നോക്കട്ടെ. എന്റെ ഫോൺ ഇപ്പൊ ഓഫ് ആവും. അതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം തന്നെ 75% ഇനി 25% കൂടെ ഉള്ളൂ. 78% ആണ് അതിൽ കാണിക്കുന്നത്. ആപ്പിൽ 75 ആണ് കാണിക്കുന്നത്. പിന്നെ പൈസയും തിരക്കേടില്ലാതെ 2600 തുടങ്ങി. ഇപ്പൊ 1400. അപ്പൊ 65% ആയപ്പോ തന്നെ 1000 രൂപ പുറത്തായി.
ആവും ഇവിടെ ഫുൾ ചാർജ് ഫാസ്റ്റ് ചാർജ്. പക്ഷെ മറ്റാണെങ്കിൽ കുറച്ച് റേറ്റ് 500 കിലോമീറ്റർ കിട്ടും. സ്ലോ ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറയോ? അതെ, കുറയും. സ്ലോ ചാർജ് ആണെങ്കിൽ എനിക്കൊന്ന് റേറ്റ് കുറയുമായിരിക്കും അല്ലേട്ടാ? അതോ റേറ്റ് കുറയും സ്ലോ? മറ്റേത് തീരെ കുറവാണ്. അതിൽ ബാക്കി പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. മറ്റേ ഹോട്ടലുകളിലൊക്കെ അന്ന് നമ്മളെ റമദയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കൊച്ചിയിൽ ഫ്രീ ആയിരുന്നല്ലോ. അപ്പൊ അവിടെ ഇത് കണക്കാണ് സ്ലോ ചാർജ് അന്ന് അവിടെ കുറച്ച് നേരം ഇട്ടിരുന്നു. രാവിലെ എടുത്തിട്ട് പോവാ അങ്ങനെ സ്ലോയില് അല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ പിന്നെ പെട്ടെന്നങ്ങാവും. ഓ ടാക്സിയുടെ അതെന്താണ് എങ്ങനെ 4 മണിക്കൂർ എങ്ങനെ 100 ആവും? 100. ഓ ഓ ഓ ഓ. വീട്ടിൽ വെക്കുന്ന ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണോട് പറയുന്ന ഒന്ന് തീരെ സ്ലോ ആയിട്ടുള്ളത്, അത് 24 hours ഒക്കെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ 7 മണിക്കൂറല്ലേ പറയുന്നത് നോർമൽ ചാർജിങ് അല്ലാതെ വരുന്നത് വീട്ടിൽ വെക്കുന്നത്? 7 മണിക്കൂർ. ഓ, ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന ഫസ്റ്റ് ചാർജ് ചെയ്യുന്ന ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നിനക്കിങ്ങനെ കണക്ട് ചെയ്യുന്ന ചേട്ടനാണ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്, ഹെൽപ്പ് ചെയ്ത് തന്നതുമൊക്കെ. എനിക്കൊരു പിടിയില്ലായിരുന്നല്ലോ. പിന്നെ അതിൽ നമ്മൾ ആദ്യം ഇട്ടപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ആദ്യം ഇട്ടപ്പോൾ 5 മിനിറ്റ് ഒരു 2% കയറും കട്ടാവും. അപ്പോഴാണ് പിന്നെ ചേട്ടൻ പറഞ്ഞ അതിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് പിന്നെ അപ്പോഴവരവിടെ നിന്ന് പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോഴാണ് പറഞ്ഞ 30 മാറ്റാൻ. ഓണാക്കിയിട്ട് ചാർജ് ചെയ്തുകൂടാ അല്ലേ? പിന്നെ മാക്സിമം ലോക്ക് ചെയ്താ വിളി. പക്ഷെ ആളുകളൊക്കെ പലരും അകത്തൊക്കെ കയറി ഇരിക്കുന്ന കാണാറുണ്ട്. ഓ ഓ അങ്ങനെ. ഓ അല്ലല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വണ്ടി ഓഫ് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. ഓ ഓ ഓ അത് കയറുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞിട്ട് ആദ്യം. ഇപ്പോഴില്ല അല്ലേ? അത് വെച്ചാൽ 10% കിടന്നുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കും. അതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ചാർജിങ്ങിന്റെ വിശേഷങ്ങൾ. അതിനകത്ത് കാണുന്നുണ്ടായിരുന്നു, നോക്കട്ടെ. അങ്ങനെ ചാർജ് ചെയ്ത് ഞങ്ങളത് എത്തി, വീട്ടിലോട്ട് എത്തി. ഓടി 1 മിനിറ്റ് 1% കുറഞ്ഞു. അപ്പൊ നമുക്കത് ഇപ്പം കാണിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 563 കിലോമീറ്റർ ആണ്. 99% ഇനി ഓടും എന്ന് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളത് 1535 കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയിട്ടുള്ളത്. 563 ഇനി നമ്മൾ ഓടും. പക്ഷെ ഫ്ലക്ച്വേഷൻസ് വരും കേട്ടോ, അത് ഓടിക്കുന്നതനുസരിച്ചിരിക്കും അത്. പക്ഷെ പലപ്പോഴും കൂടാറാണ് പതിവ്. അതിൽ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഈ മോഡുകൾ നോക്കുമ്പോൾ നമ്മൾ ഡിഫോൾട്ട് മോഡിലിട്ടാണ് നമ്മൾ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെയായിരുന്നത്? ഇത് ലെനയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കണ്ടോ? അതെ, നമ്മൾ ഈ ഡിഫോൾട്ട് മോഡിട്ടാണ് ഓടുന്നത്. പിന്നെ റേഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എവറിഡേ ഉണ്ട്, പിന്നെ റേസ്. ഇതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറക്കും. പക്ഷെ അതൊന്നും നമുക്ക് ഇതുവരെ ഇടേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഡിഫോൾട്ട് മോഡിലിട്ട് പയ്യെ പോകുന്നത്. ഓക്കെ, അതിന്റെ ആവശ്യമുള്ളൂ. അതിൽ തന്നെ നല്ല പിക്കപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ചാർജിങ് വിശേഷങ്ങൾ. ബൈ.